Opening hours with MyFin. മാർക്കറ്റിൻ്റെ മറ്റ് കൂടുതൽ അപ്ഡേറ്റ്സ് കൂടി അറിയേണ്ടതുണ്ട്. അതിനായി നമ്മുടെ ഇപ്പോൾ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ ആ ഒരു ഓൾ ടൈം ഹൈ ടച്ചിന് ശേഷമൊക്കെ ഇന്ന് കാണുന്ന ഒരു ഫ്ലാറ്റ് ഇടിവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. 26,242 എന്നൊരു നിലയിലാണ് ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? കൂടാതെ സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി 50യുടെ കേസിൽ നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് രണ്ട് സ്റ്റോക്സിൽ, നിഫ്റ്റി മേജർ സ്റ്റോക്സിൽ ഒരു പ്രോബ്ലം എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അത് ആദ്യത്തെ റിലയൻസ് ഇൻഡസ്ട്രി. സോ റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ നമുക്ക് ഷോർട്ട് ടേമിൽ അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒത്തിരി നാളുകളായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് ഇസ് ട്രെൻഡ്. സോ ട്രെൻഡിന്റെ കേസിലും ഇന്ന് അബൌട്ട് 7% ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രണ്ട് മേജർ സ്റ്റോക്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിഫ്റ്റി 50 മേജർ ഹെവി വെയ്റ്റ്സിൽ ഒന്നും തന്നെ എനിക്കൊരു പ്രോബ്ലം കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി 50യുടെ കേസിൽ നമുക്ക് താമസിക്കാതെ തന്നെ ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം. സർ, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 60,280 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഇന്ന് 0.35% നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. 232 പോയിന്റിന് നേട്ടമാണ് രേഖപ്പെടുത്തുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇന്ന് വീണ്ടും ഐ എം എക്സ്പെക്ടിങ് എ ന്യൂ ഓൾ ടൈം ഹൈ ഫോർ ദ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്. ഓൺലി പ്രോബ്ലം ഇസ് നമുക്ക് ലോ റിസ്കിലെ പുതിയ ബൈങ് അവസരങ്ങൾ വളരെ കുറവായിട്ട് കാണാൻ സാധിക്കുന്ന എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഗുഡ് മോർണിംഗ് പ്രദീപ്. മോർണിംഗ് സുരജ്. പ്രദീപ്, നമ്മൾ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ IT സ്റ്റോക്സ് ഒന്ന് നെഗറ്റീവ് ആയിരുന്നു. IT ഇൻഡെക്സ് പ്രത്യേകിച്ച് നമുക്കറിയാലോ, ഇൻഫോസിസിൻ്റെ ഒരു ബൈബാക്കും കൂടെ നിലനിൽക്കുമ്പോഴാണ് ഇന്നലെ IT സ്റ്റോക്സിൻ്റെ ഒരു വീക്ക്നെസ് വന്നതെന്നുള്ളത്. നമ്മൾ IT സ്റ്റോക്സിൽ ഓപ്റ്റിമിസ്റ്റിക് ആയിരുന്നു. കാര്യം വെച്ചാൽ അത് വളരെ അട്രാക്റ്റീവ് വാല്യൂഷൻ ആയിരുന്നു, അണ്ടർ ഓൺഡ് സെക്ടറും ആയിരുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും റിവേഴ്സൽ IT സ്റ്റോക്സിൽ അല്ലെങ്കിൽ IT ഇൻഡെക്സിൽ വരുന്നുണ്ടോ? അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയിരുന്നോ? അതൊരു ജസ്റ്റ് ആയിട്ടുള്ള ഒരു ഇറ്റ് ഇസ് വൺ ഓഫ് ദീസ് ഡേയ്സ് ആയിരുന്നോ ഈ IT സ്റ്റോക്സിൽ ഒരു കറക്ഷൻ? സൂരജ്, നമ്മൾ IT ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ആക്ച്വലി നിഫ്റ്റി 50 കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒക്ടോബർ ടു ദ ലെറ്റ് us say ബിഗിനിങ് ഓഫ് ഡിസംബർ ആ ഒരു ടൈം പീരിയഡിൽ നമുക്ക് നിഫ്റ്റി IT ഇൻഡെക്സിൽ സാറിൻ്റെ ഒരു കണക്ഷനിൽ ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. സൂരജ് സാർ, ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ നിലവിൽ നോക്കുമ്പോൾ കാണുന്നത് ആ ഒരു കൃത്യമായിട്ടൊരു ഡയറക്ഷൻ മനസ്സിലാത്ത രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ 26,000 എന്നൊരു നില അല്ലെങ്കിൽ 26,242 എന്നൊരു നിലയിൽ സസ്റ്റെയിൻ ചെയ്യാനും മാർക്കറ്റിന് സാധിക്കുന്നുണ്ട് നിലവിൽ. ഏതായാലും നമുക്ക് സാറിലോട്ട് മടങ്ങി വരാം. അതിനു മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ കൂടി പ്രേക്ഷകർക്കായിട്ട് സംഘങ്ങൾക്ക് പങ്കുവെക്കാനുണ്ടോ? ഇല്ല, ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇപ്രാവശ്യം നമുക്ക് മാർക്കറ്റിൽ ഒറ്റുനോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബഡ്ജറ്റ് സൺഡേ നടക്കുമെന്നുള്ള കാര്യത്തിൽ. ഈ ഹോളിഡേ ദിവസം ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ മാർക്കറ്റ് അതിനുവേണ്ടി മാത്രം സ്പെഷ്യൽ ഓപ്പൺ ചെയ്തായിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. എന്നാൽ സൺഡേയിലെ കാര്യങ്ങൾ എനിക്ക് കൺഫ്യൂഷനാണ്. ഇതിനു മുമ്പ് സൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഏതെങ്കിലും വീക്ക് ഡേയ്സിൽ ഇതേപോലെ മാർക്കറ്റ് ഹോളിഡേ വരികയാണെങ്കിൽ അന്നത്തെ ദിവസം ബഡ്ജറ്റ് ഉണ്ടായിരുന്ന ദിവസം മാർക്കറ്റ് സ്പെഷ്യലായിട്ട് വർക്ക് ചെയ്തിരുന്നു എന്നുള്ള കാര്യം കൂടെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം. കാര്യം ടെക്നിക്കലി എനിക്കൊന്ന് 2-3 സ്റ്റോക്സിൻ്റെ കൂടെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പ്രദീപായിട്ട് നമുക്കൊരു അപ്ഡേറ്റും കൂടെ എടുക്കണം. വിഷ്ണു, നമുക്ക് പ്രദീപിനെ ഒന്ന് ലൈനിൽ കിട്ടുമെന്ന് ഒന്നുകൂടി നോക്കാം. പ്രദീപ് സാർ ഇപ്പോൾ ലൈനിൽ ലഭ്യമായിട്ടുണ്ട്. സാർ, കേൾക്കാമോ? സൂരജ്, ഞാൻ സൂര്യൻ്റെ ഇടയ്ക്ക് IT ഇൻഡെക്സിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ ബിറ്റ്വീൻ ഒക്ടോബർ ആൻഡ് ഡിസംബർ നമുക്ക് നിഫ്റ്റി 50യോട് കമ്പയർ ചെയ്യുമ്പോഴേക്കും വി സോ ആൻ ഔട്ട് പെർഫോമൻസ് ആസ് ഫാർ ആസ് IT സ്റ്റോക്സ് ആർ കൺസേൺ. ബട്ട് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. ഇറ്റ്സ് എ വെരി നോർമൽ ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ്. എനിക്കറിയാം, കഴിഞ്ഞ ദിവസം CLSA എന്ന് പറയുന്ന ബ്രോക്കിംഗ് ഹൗസിൽ നിന്നും ഒരു വാർത്ത വന്നിരുന്നു സെയിങ് ദാറ്റ് IT സ്റ്റോക്സ് ആർ ഓവർ വാല്യൂഡ് എക്സെട്ര. ബട്ട് എനിക്ക് ആ ഒരു വ്യൂവിനോട് ഒരു യോജിപ്പുമില്ല. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് നിഫ്റ്റി IT ഇൻഡെക്സ് 36,400 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. ബട്ട് കറന്റ് ലെവൽസിലെ ലോ റിസ്കിലെ ബൈങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നാൽ വെയിറ്റ് ഫോർ ദിസ് കറക്ഷൻ ടു ഗെറ്റ് ഓവർ. തീർച്ചയായിട്ടും എസ്പെഷ്യലി ഹെവി വെയ്റ്റ്സ് ലൈക്ക് HCL ടെക്നോളജി, ഇൻഫോസിസ്, വിപ്രോ, ഈ സ്റ്റോക്സിലൊക്കെ ഐ എം ഗോയിങ് ടു സീ എ ഗ്രേറ്റ് ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി വെരി സൂൺ.
സാറിന് ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പോകുമ്പോൾ ഇന്ന് മിഡ് ക്യാപ്പിൽ ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുന്ന ഒരു ഓഹരി എന്ന് പറഞ്ഞാൽ നാഷണൽ അലൂമിനിയമാണ്. ഇന്ന് 4% മുകളിലേക്ക് ഒരു നേട്ടം ഈ ഒരു ഓഹരി രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഓവറോൾ നമ്മളൊരു ലോങ് ടൈം ട്രെൻഡ് നോക്കുമ്പോൾ മെയ്ക്ക് ശേഷം വലിയൊരു കുതിപ്പാണ് ഓഹരി നൽകിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 130% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് നിലവിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഈ മാസവും പുതിയ സർവ്വകാല ഉയരമൊക്കെ രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ ഒരു ഓഹരിയിൽ എന്താണ്? വിഷ്ണു, ഇത് നാഷണൽ അലുമിനിയം നമുക്ക് അതിനൊരു ഐസൊലേഷനിൽ ഒരിക്കലും സ്റ്റഡി ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഹിൻഡാൽകോ, അതുപോലെ തന്നെ അതർ മെറ്റൽ സ്റ്റോക്സ് എസ്പെഷ്യലി വേദാന്ത, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഈ സ്റ്റോക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വളരെ സിമിലർ പാറ്റേൺ ആണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3-4 മാസത്തിനിടെ വലിയൊരു നേട്ടം ഈ സ്റ്റോക്സ് ഒക്കെ നൽകിയിരിക്കുന്നത്. സോ കറന്റ്ലി നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിലൊന്നും തന്നെ നമുക്ക് ഈ സ്റ്റോക്സിലൊന്നും തന്നെ ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. സോ നാഷണൽ അലുമിനിയത്തിന്റെ കേസിലെ മേജർ സപ്പോർട്ട് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് 295. മേജർ റെസിസ്റ്റൻസ് ഇനി വരാൻ പോകുന്നത് 345, അതിനുശേഷം 350. സാറിന് സ്മോൾ ക്യാപ്പിലോട്ട് വരുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് റെഡിങ്ടൺ ആണ്. റെഡിങ്ടനെ സംബന്ധിച്ചും 4% ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 290 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷനാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. റെഡിങ്ടണിൽ താങ്കളുടെ ടേക്ക് എന്താണ്? Redington is a small cap stock. At the moment, the long and short term trend random sideways ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന് ഒരു മേജർ സപ്പോർട്ട് 260 കാണുന്നത്, ബട്ട് മേജർ റെസിസ്റ്റൻസ് 320. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്സൈഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. ഏതായാലും നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ ഒരു വ്യൂ അറിയേണ്ടതുണ്ട്. 0.2% നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1289 എന്നൊരു നിലയിലാണ് ആക്സിസ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രൈസ് കാണുന്നത്. ഏതായാലും ഒരു ബിസിനസ് അപ്ഡേറ്റ് വന്നപ്പോൾ ഗ്രോസ് അഡ്വാൻസിൽ 14% ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടോട്ടൽ ഡെപ്പോസിറ്റിലും 15% നേട്ടമാണ് ഇത്തവണ ആക്സിസ് ബാങ്കിന് രേഖപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നത്. ആക്സിസ് ബാങ്കിൽ താങ്കളുടെ വാച്ച് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ലെവലുകളും ഒപ്പം താങ്കളുടെ എക്സ്പെക്റ്റേഷനും എന്താണ്? അണ്ടർടോൺ ഇൻ ആക്സിസ് ബാങ്ക് ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഒരു നല്ല കറക്ഷന് ശേഷം നമുക്ക് നല്ലൊരു റിക്കവറിയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസും 1305, അതിനുശേഷം 1342 ആയിരിക്കും. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ ഈ 2 റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്യപ്പെടും. സാറിന് ONGCയുടെ ഒരു വ്യൂ അറിയേണ്ടതുണ്ട്. 1.21% നേട്ടം ഇന്ന് രേഖപ്പെടുന്നുണ്ട്. 240 എന്നൊരു പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ONGCയിലും ഈ ഒരു കൺസോൾട്ടേഷൻ കുറച്ച് നാളുകളായി തുടരുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യമായൊരു അപ്സൈഡ് മൂവ്മെൻറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റുകളൊന്നും ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നില്ല. ONGCയിൽ താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ്? ONGCയുടെ കേസിൽ ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് നടക്കാൻ ചാൻസസ് ഉണ്ട്. കാര്യം ONGCക്ക് വെനിൻസുവലയിൽ ഒരു എക്സ്പോഷർ ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. സോ ഇത്തരം സ്റ്റോക്സിൽ, ഇത്തരം സിറ്റുവേഷൻസിൽ പൂർണ്ണമായിട്ടും ഇത്തരം സ്റ്റോക്സിലെ പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ബിക്കോസ് ദർ ഇസ് ടു മച്ച് ഓഫ് അൺപ്രഡിക്റ്റബിലിറ്റി. ONGCയുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷായി തുടരുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 228 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 262 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. സർ, അതുപോലെ തന്നെ നമുക്കൊരു ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഒരു വ്യൂ അറിയേണ്ടതുണ്ട്. ബിസിനസ് അപ്ഡേറ്റ്, ബാങ്കുകളുടെ ഒരു ബിസിനസ് അപ്ഡേറ്റുകളൊക്കെ നോക്കുമ്പോൾ പല ബാങ്കിലൊക്കെ ഒരു മെച്ചപ്പെട്ട ബിസിനസ് അപ്ഡേറ്റ് വന്നപ്പോൾ കൂടി നമുക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഒരു ബിസിനസ് അപ്ഡേറ്റിൽ നിരാശയാണ് കാണാൻ സാധിക്കുന്നത്. നെറ്റ് അഡ്വാൻസ് നോക്കുമ്പോൾ 13% കുറവുണ്ട്. നെറ്റ് ഡെപ്പോസിറ്റിൽ 3.8% ഒരു താഴ്ചയാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. എന്നാലും ഈ ഒരു അപ്ഡേറ്റ്സിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു റിസൾട്ടാണ് വന്നിരുന്നെങ്കിൽ കൂടി നമുക്ക് സ്റ്റോക്കിൽ ഇന്ന് കാര്യമായൊരു ഇടിവ് കാണുന്നില്ല. 1.4% ഒരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 1-1.5 വർഷമായിട്ട് നമുക്ക് അണ്ടർ പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഈ സ്റ്റോക്കിൽ തിരിച്ചൊരു നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദിസ് പോയിന്റ് ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സപ്പോർട്ട് 884 മൈ എക്സ്പെക്ടേഷൻ കറന്റ് ലെവൽസിൽ നിന്നും 5 മുതൽ 12% നേട്ടം നമുക്ക് താമസിക്കാതെ പ്രതീക്ഷിക്കാം.
സാർ ഏതായാലും അവസാനമായി ചോദിക്കാനുള്ള സാർ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു ട്രെൻഡിൻ്റെ കാര്യം. അതിൽ ട്രെൻഡിനെ സംബന്ധിച്ച് ഇപ്പോൾ ബിസിനസ് അപ്ഡേറ്റിൽ വരുമാനത്തിൽ 17% ഒരു ഉയർച്ച രേഖപ്പെടുത്തിയതായിട്ടൊക്കെ കാണുന്നുണ്ട്. എന്നിരുന്നാലും ഓഹരിയിൽ വലിയൊരു സെൽ ഓഫ് നമുക്കിപ്പോൾ രേഖപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. 7% ഇടിവാണ് ഇന്ന് ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓവറോൾ ഒരു ലോങ് ടൈം ട്രെൻഡ് നോക്കുമ്പോഴും ഇടിവാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഓഹരി രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ട്രെൻഡിലൊരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യത എപ്പോഴെങ്കിലും ഉണ്ടോ, താങ്കൾ കാണുന്നുണ്ടോ? At this point, the trend in the case of long-term and short-term trend, bearish തുടരുന്നത്. ബട്ട് 3920 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഈ സ്റ്റോക്ക് ഫോം ചെയ്തിരിക്കുന്നത്. സോ അടുത്ത 3-4 സെഷൻസിൽ നമ്മൾ ആ ഒരു സപ്പോർട്ട് ലെവലായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. ബട്ട് ഇന്നത്തെ മാർക്കറ്റിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക, വെയിറ്റ് ആൻഡ് വാച്ച്. താങ്ക് യു പ്രദീപ് സാർ, ഇത്ര അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. Thank you, Vishnu. Opening hours with MyFin.